ശ്രീരാമ ജന്മഭൂമിയുടെ പ്രശ്നം, ശ്രീരാമൻ നമ്മുടെ ദേശീയതയുടെ പ്രതീകമാണ്, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. ശ്രീരാമേന്ദ്രൻ ഏതെങ്കിലും മതത്തിൻ്റെ പ്രതിനിധിയല്ല. അത് ശ്രീരാമേന്ദ്രൻ എന്ന് പറയുന്നത് മഹാത്മജി പറഞ്ഞ പോലെ രാമോ വിഗ്രഹവാൻ ധർമ്മ മര്യാദ പുരുഷോത്തമ എന്നാണ്. ദേശികൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ താങ്കളുടെ സങ്കല്പത്തിലുള്ള രാഷ്ട്ര സങ്കല്പം എങ്ങനെയാണ് എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം രാമരാജ്യം എന്നാണ് പറഞ്ഞത്. ആ രാമരാജ്യം നീതിയുടെ രാജ്യമാണ്. ആ രാമരാജ്യം സത്യത്തിൻ്റെ രാജ്യമാണ്. ആ രാമരാജ്യം ധർമ്മത്തിൻ്റെ രാജ്യമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ഈ ലോകത്തിന് മുഴുവനും മാതൃകയായ മര്യാദ പുരുഷോത്തമനാണ്. അവിടുത്തെ നാമധേയത്തിലുള്ള മഹത്തായ ഒരു ക്ഷേത്രമാണ് അയോധ്യയിലുണ്ടായിരുന്നത്. അയോധ്യയിൽ പോയവർക്കെല്ലാം അറിയാം, അയോധ്യയിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. രാമക്ഷേത്രങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഈ തകർക്കപ്പെട്ട രാമക്ഷേത്രം 1526 ബാബർ തൻ്റെ സേനാനായകനായ മീർബക്കിയുടെ നേതൃത്വത്തിൽ തകർത്ത രാമക്ഷേത്രം. ആ രാമക്ഷേത്രം അയോധ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജന്മസ്ഥാൻ രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന് ചുറ്റും കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടും വലിയൊരു ക്ഷേത്രമുണ്ട്. അത് ലക്ഷ്മൺപുരി ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു വടക്കു ഭാഗത്ത് സീതാരസോയിയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഹനുമാൻഗഡിയാണ്. അങ്ങനെ ഈ രാമക്ഷേത്രത്തിൻ്റെ തൊട്ടു ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ ഒന്ന് ഹനുമാനെ സംബന്ധിച്ചുള്ളതാണ്, ഒന്ന് സീതയെ സംബന്ധിച്ചുള്ളതാണ്, ഒന്ന് ലക്ഷ്മണനെ സംബന്ധിച്ചുള്ളതാണ്. ഇതിൻ്റെ നടുവിലാണ് രാമക്ഷേത്രമുള്ളത്. ഇതിൻ്റെ നടുവിൽ എങ്ങനെയാണ് ഒരു ബാബർ പള്ളി വരുന്നത്? സാമാന്യ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട് വൈദേശിക ആക്രമികൾ നമ്മുടെ നാട് ആക്രമിച്ച സമയത്ത് നമ്മുടെ മാനബിന്ദുക്കൾ തകർത്തിട്ടുണ്ട്. നമ്മുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ആയിരുന്നു അവരത് ചെയ്തിരുന്നത്. അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തിട്ടുണ്ട്, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടുണ്ട്, മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രം തകർത്തിട്ടുണ്ട്, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അവരാദ്യം അതാണ് ചെയ്തിരുന്നത്. വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ്, ഇവിടുത്തെ മൊറയിൽ തകർക്കാൻ വേണ്ടിയാണ്, ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തിരുന്നത്. രാമക്ഷേത്രം തകർത്ത സന്ദർഭം തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് തന്നെയാണ് അവിടെ ഈ തർക്കമന്ദിരം ഉണ്ടാക്കിയത്. ഇത് ഉത്ഖനനത്തിലൂടെ തെളിഞ്ഞാണ് ചരിത്ര ഗവേഷകന്മാരുടെ ശ്രീ കെ മുഹമ്മദ്. അദ്ദേഹം ഒരു സംഘപരിവാറുകാരനൊന്നുമല്ലല്ലോ, അദ്ദേഹം ചരിത്ര ഗവേഷകനായിരുന്നല്ലോ. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ അവർ ചരിത്ര ഗവേഷണം നടത്തി. അദ്ദേഹം എഴുതിയ ഞാനെന്ന ഭാരതീയൻ എന്നൊരു പുസ്തകമുണ്ട്, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചാണ്. അതിൽ വിശദാംശങ്ങളുണ്ട്. അവിടെ ഉത്ഖനനത്തോടുകൂടെ കിട്ടിയത് എന്താണ്, അവിടുത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ തൂണുകളിൽ എന്താ ഉണ്ടായിരുന്നത്? താമരയാണ് ഉണ്ടായിരുന്നത്, മഹാലക്ഷ്മിയാണ് ഉണ്ടായിരുന്നത്, അവിടെ ഉള്ള ഗതയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അവിടെ നിന്ന് ഉത്ഖനനം ചെയ്തതിലെല്ലാം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഏറ്റവും ആത്യന്തികമായി സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഉണ്ടായത്. അന്തിമ വിധി അയോധ്യയിൽ രാമജന്മഭൂമിയിൽ മഹത്തായ ഭവ്യമായ ദിവ്യമായ ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം എന്ന് തന്നെയാണ്. ആ രാമക്ഷേത്രം നിർമ്മിച്ച് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം 2024 ജനുവരി മാസം 22-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഹിന്ദു ജനതയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും രാമൻ ഈ ഭാരതീയരുടെ മുഴുവനും പുറുകനാണ്. ഈ ഭാരതത്തിലെ മുഴുവൻ ആളുകളുടെയും പൈതൃകത്തിൻ്റെ പ്രതീകമായ ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കളിയിൽ അദ്ദേഹത്തെ നിർത്തേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ആ രാമക്ഷേത്രം ഉയർന്നു വരുന്ന സമയത്ത് വൈദേശിക അക്രമികൾ തകർത്ത നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം പുനർനിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രാത്മാവ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനം പുനർജനിക്കുന്നു എന്നാണ് അർത്ഥം. സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ അർത്ഥം അത് സ്വത്വം ആവിഷ്കരിക്കപ്പെടുന്നത് സ്വന്തം തന്ത്രമാണ്. സ്വത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭിമാനമാണ്, നമ്മുടെ അസ്മിതയാണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ തന്മയാണ്, നമ്മുടെ തനിമയാണ്. എന്താണോ ഈ രാഷ്ട്രം അതാണ്. ഈ രാഷ്ട്രാത്മാവിനെ ആവിഷ്കരിക്കുകയാണ്. ഇതുവരെ വൈദേശിക ശക്തികൾ നമ്മളെ അടക്കി ഭരിച്ചിരുന്നു, അവരുടെ ആശയങ്ങൾ നമ്മളെ അടക്കി ഭരിച്ചിരുന്നു. അതുവഴിയുള്ള അബദ്ധസഞ്ചരണമാണ് നമ്മുടെ രാഷ്ട്രം നടത്തിയിരുന്നത്. വിദേശികളെ നമ്മുടെ നാട് 1947 പുറത്താക്കി. അതിനുശേഷം നമ്മുടെ ശരിയായ വഴിയിൽ പോകേണ്ടതായിരുന്നു. അങ്ങനെ പോകുന്നതിന് പകരം അടിമത്തം തുടർന്നു. ആ അടിമത്തത്തിൻ്റെ പ്രതീകമായിരുന്നു, വൈദേശിക ആക്രമണത്തിൻ്റെ പ്രതീകമായിരുന്നു, അപമാനത്തിൻ്റെ പ്രതീകമായിരുന്നു ആ തർക്കമന്ദിരം. അത് തകർത്തത് ആത്മാഭിമാനികളായ ജനങ്ങളാണത് ചെയ്തത് എന്ന് ഈ രാഷ്ട്രം അംഗീകരിച്ചിട്ടുണ്ട്, നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ രാമമന്ദിരം ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും അഭിമാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് ഉയർന്നു വരുന്നത്. വിദേശികളുടെ ചിന്താഗതി പേര് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാജ്യത്തെ പൗരന്മാർ മുഴുവനും അതിനെ ആദരിക്കും, അതിനെ അംഗീകരിക്കും, അംഗീകരിക്കുന്നുണ്ട്. രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി അതിൻ്റെ മന്ദിര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തുകകൾ ശേഖരിച്ചപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽ സഹകരിച്ചിട്ടുണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അതിൽ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരമായാണ് അത് ഉയർന്നു വരുന്നത്. അഭിമാനകരമാണ്.